അല്ല, അത് ഈ സെക്രട്ടറിമാർക്ക് അതിനെക്കുറിച്ചുള്ള ധാരണ ഇല്ലാതെ പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. ഒന്ന്, കരഭൂമി എന്ന് പറയുന്നു, അവിടെ അത് ക്ലീൻ ചിറ്റ് കൊടുക്കുന്ന തരത്തിലാണ് നിങ്ങൾ പറയുമ്പോൾ എനിക്ക് തോന്നുന്നത്. ഞാനത് കണ്ടില്ല എങ്കിലും ഞാൻ പറയുന്നു, ഏത് കരഭൂമിയാണ് അവിടെ ഉള്ളത്? അനധികൃതമായി നികത്തപ്പെട്ട ഭൂമിയെ ഇപ്പോൾ കരഭൂമി എന്ന് എങ്ങനെയാണ് വിളിക്കാൻ കഴിയുക? എൻ്റെ പ്രധാനപ്പെട്ട ഞങ്ങളുടെ ചോദ്യം, അനധികൃതമായി നേരത്തെ നികത്തപ്പെട്ട കുറച്ച് ഭൂമിയുണ്ട് അവിടെ. ആ ഭൂമിയെ ഇപ്പോൾ കരഭൂമിയായി വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ അതിനെ അംഗീകരിക്കാൻ പറ്റുമോ? അച്ഛനെ അമ്മയും കൊന്നിട്ട് ഒരാൾ പറയുകയാണ് കുറച്ച് വർഷം കഴിയുമ്പോൾ ഞാൻ അനാഥനാണ്, എനിക്ക് അനാഥൻ എന്നുള്ള തരത്തിലുള്ള പരിഗണന വേണം എന്ന് പറയുന്നത് പോലെയാണ്. വർഷങ്ങൾക്ക് മുമ്പ് അനധികൃതമായി നികത്തി, ആ അനധികൃതമായി നികത്തിയ ഭൂമിയുമായി ബന്ധപ്പെട്ട് കേസും തർക്കങ്ങളും നിൽക്കുന്നു. കുറേ നാൾ കഴിഞ്ഞിട്ട് പറയുന്നു ഇതാ കരഭൂമിയാണ്, ഈ കരഭൂമിയിൽ തന്നാൽ മതി എന്ന് പറയുന്നു. എങ്ങനെയാണ് അതിന് നമുക്ക് അംഗീകരിക്കാൻ കഴിയുക? അപ്പോൾ ഒരു നിയമത്തെ അട്ടിമറിക്കാനുള്ള ബോധപൂർവമായ നീക്കമാണ്. അത്തരം നീക്കങ്ങളെ ഗൗരവത്തോടു കൂടി കാണുകയും ഭരണാധികാരികളുടെ മുമ്പാകെ എത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഉദ്യോഗസ്ഥരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം ഉദ്യോഗസ്ഥൻ നിറവേറ്റുകയാണ് വേണ്ടത്. അല്ലാതെ വേറെ ആരുടെയെങ്കിലും തരത്തിലുള്ള ഈ അഭിപ്രായങ്ങൾക്കൊപ്പം ചേരുകയല്ലോ. അങ്ങനെ ഒപ്പം ചേർന്നു ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ നിങ്ങൾ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഞാൻ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ മുമ്പിൽ ഈ കാര്യത്തിനകത്ത് നിയമത്തിൻ്റെയും ചട്ടത്തിൻ്റെയും അനുസരിച്ചാണോ എന്ന് നോക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ പദ്ധതിയുമായി മുമ്പോട്ട് നീങ്ങുന്നവർ പല വഴികളിലൂടെ വരാനുള്ള സാധ്യതകളുണ്ടല്ലോ. തീർച്ചയായിട്ടും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പലരെയും സമീപിക്കാം, പലരെയും കാണാം, പല പദ്ധതികൾ വരാം. പക്ഷേ അവിടെ എന്തുകൊണ്ടാണോ ഒരു പദ്ധതി നേരത്തെ എതിർക്കപ്പെട്ടത്, ആ എതിർക്കപ്പെട്ട വിഷയങ്ങളെല്ലാം അതേപടി നിൽക്കുന്നുണ്ട്. 2018-ലെയും 2019-ലെയും പ്രളയം തന്നെ ആറന്മുളയുടെ കാര്യത്തിനകത്ത് എല്ലാവരുടെയും കണ്ണ് തുറപ്പിച്ചതാണ്. നമുക്കിനിയും അങ്ങനെ അത്തരത്തിൽ ആറന്മുളയിൽ അവിടുത്തെ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയെ തകിടം മറിക്കുന്ന ഒന്നിനോടും നമുക്ക് ചേരാൻ കഴിയുകയില്ല. ഈ പ്രത്യേകതയെല്ലാം മനസ്സിലാക്കിയിട്ടാണ് കേരളം തന്നെ കേരളത്തിന് മൊത്തത്തിൽ ബാധകമാവുന്ന തരത്തിലേക്ക് നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമമെല്ലാം കേരളം തന്നെ നിയമസഭ അംഗീകരിക്കുകയും അത് നടപ്പിലാവുകയും ചെയ്തത്. അപ്പോൾ ഇത്തരം നിയമങ്ങളെല്ലാം നിൽക്കുമ്പോൾ ആ നിയമങ്ങളെ മറികടക്കാൻ വേണ്ടി കുറുക്കുവഴികൾ പലരും തേടാൻ ശ്രമിക്കാം.